പോരുതന്നെ. മോളെ, മോളോ? ആരുടെ മോള്? എന്റെ മോളെന്ന് വിളിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. നിങ്ങളൊരു അമ്മയാണോ? ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരാളുടെ കുഞ്ഞിനെ പ്രസവിച്ച നിങ്ങള് മോളെ, ഇങ്ങനെയൊന്നും പറയരുത്. അത് മഹാപാപം. മഹാപാപം നിങ്ങൾക്ക് ചെയ്യാം. അത് വിളിച്ച് പറയുന്നതില്ല തെറ്റ്. നല്ലവരിൽ നല്ലവനായ എന്റെ അച്ഛന് വഞ്ചിച്ച സ്ത്രീയാ നിങ്ങൾ. അയ്യോ ദൈവമേ, പാവം മനുഷ്യനെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? നിങ്ങൾക്കൊരു മനുഷ്യ സ്ത്രീയാണോ? ഞാനാരും ചതിച്ചിട്ടില്ല മോളെ. എനിക്കാരും ചതിക്കാനും കഴിയില്ല. ചതിക്കപ്പെട്ടത് ഞാന്. എനിക്ക് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കണ്ട. എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ മോളൊന്നും കേട്ടിട്ടില്ല. കേട്ടതൊന്നും സത്യമല്ല. എനിക്കറിയാം സത്യമൊക്കെ. കുറച്ചുനാള് മുൻപ് വരെ ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാം വ്യക്തമായി അറിഞ്ഞു. മോളെ, വലിയ നർത്തകി, ചിത്രകാരി, സെലിബ്രിറ്റി, സൂര്യമംഗലം കൊട്ടാരത്തിലെ രാജകുമാരി, ആർക്കും മുഖം കൊടുക്കാതെ ഇവിടെ വന്ന് ഒളിച്ചു താമസിക്കുന്നതിന്റെ ഉദ്ദേശം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും എന്റെ മോള് വിശ്വസിക്കില്ല. നിന്റെ മനസ്സില് ആരോ വിഷം കുത്തിവെച്ച് കഴിഞ്ഞു. എന്റെ മനസ്സിൽ ആ വിഷം ഇറങ്ങിപ്പോയി. നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹം എന്ന വിഷം നിങ്ങൾ എന്തിനാ ഈ ശാപിക്കപ്പെട്ട ജന്മം എനിക്ക് തന്നത്? മറ്റൊരാളുടെ കുഞ്ഞായി എനിക്ക് ജന്മം തരുന്നതിന് മുൻപ് വയറ്റിൽ വെച്ച് എന്നെ കൊല്ലായിരുന്നില്ലേ? അതിന് ഞാൻ തർക്കിക്കാനും വഴക്കിടാനുമാണ് വന്നതെന്ന് സാറിനോട് ആര് പറഞ്ഞു? അന്നും ഇന്നും അനന്തന്റെ ശൈലി അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഒരു കാര്യമില്ല, അത് അംഗം കുറിക്കുക, പോരിന് വരിക. എനിക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യാനൊന്നും തീരെ താല്പര്യമില്ല. എനിക്ക് അനന്തനോട് ഒരു പരിഭവമില്ല. എന്നാൽ എനിക്ക് ലേശം പരിഭവം ഉണ്ടെങ്കിലോ? ഇത്രയൊക്കെ പ്രായമായില്ല എന്താ? ഇനിയും തനിക്ക് പക്വത വന്നില്ലേ? എന്തു പക്വതയാണ് സാറേ? പ്രായമായി വരുമ്പോഴാണ് യുദ്ധം ചെയ്യാനുള്ള ഹരം കൂടുന്നത്. അതറിയില്ലേ? വല്ലാതെ അങ്ങ് ഹരം കൊള്ളലേ അനന്ത. എതിരാളിയുടെ കരുത്ത് അറിഞ്ഞിട്ട് വേണം യുദ്ധത്തിന് പുറപ്പെടാൻ. അല്ലെങ്കിൽ അഹങ്കാരം തന്റെ അവസാനവും. എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. ഓഹോ, വർമ്മ സാറ് ഇപ്പൊ ആശുപത്രിയിലൊക്കെ പോയി തുടങ്ങി. എന്താ അസുഖം? അലർജി, ജലദോഷം. അത് ഇപ്പൊ പകരുന്നതാ. ഓ, ഞാൻ വിദേശവാസം എന്നേക്കുമായി നിർത്തി. പഴയ അനന്തംപിള്ളയായി തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഒരു പാർട്ടിയിൽ തന്നെ നിന്ന് ബദ്ധ ശത്രുക്കളായി പണ്ടത്തെ പോലെ ഒരു പട വെട്ടണ്ടേ വർമ്മ സാറേ? ആ കണക്കുകളൊക്കെ തീർക്കണ്ടേ വർമ്മ സാറേ? ഇതിനുള്ള മറുപടി ഞാൻ ആദ്യമേ തന്നെ തന്നു കഴിഞ്ഞു. വെല്ലുവിളികളൊന്നും പ്രതാപവർമ്മ നടത്താറില്ല. ഞാനേ പ്രവർത്തിച്ച് കാണിക്കാറേയുള്ളൂ. അനന്ത, പ്രതാപവർമ്മ അത്തരം ബാലിശമായ കാര്യങ്ങളൊക്കെ എന്നേ നിർത്തി. അടുത്ത തെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ മത്സരിക്കാനുണ്ടാവില്ല. അങ്ങനെ പറയല്ലേ വർമ്മ സാറേ? ദുര്യോധനനില്ലെങ്കിൽ ഭീമന്റെ
ഈ ഭീമന്റെ പ്രസക്തി എന്ത്? അവരോടൊന്നും തന്നെത്താൻ ഉപമിക്കലേ അനന്ത. ഓ, അവരൊക്കെ ആര്, താനാര്? ഈ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോ അത് നോക്കി നായ കുരയ്ക്കുന്ന പോലെയാ. രാജുവാ, വർമ്മേ. വർമ്മ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, പേടിച്ച് പിന്മാറരുത്. ആ കൈയെടുക്ക്. ആ കൈ അവിടെ നിന്ന് എടുക്കാൻ. തോളത്ത് കൈവച്ചുകൊണ്ടുള്ള സംസാരം വേണ്ട.